ഇന്ത്യ പോലെയുള്ള ചില രാജ്യങ്ങളിൽ എന്ത് കൊലപാതകം ചെയ്താലും കുറച്ചു കാലത്തെ ജയിൽവാസത്തിന് ശേഷം വളരെ സുഗമമായി പുറത്തിറങ്ങി ആർഭാടത്തോടുകൂടി അടിപൊളിയായിട്ട് ജീവിക്കാം. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ കൊള്ളയും കൊലപാതകവും ഒക്കെ നടത്തിയാൽ തീർച്ചയായും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ യാതൊരുവിധ ഇളവുകളും ലഭിക്കുന്നതല്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ അബുദാബിയിൽ നടന്നത്. ഗൾഫ് നാടുകളിൽ വളരെ അബദ്ധത്തിൽ പോലും ഒരു മരണം സംഭവിച്ചാൽ പോലും ഒരു രക്ഷയുമില്ല. പിന്നെ അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ചെയ്ത ആൾ രക്ഷപ്പെടണമെങ്കിൽ മരണപ്പെട്ട വീട്ടുകാരുടെ ബന്ധക്കാരോ അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരോ വന്ന് മൊഴി പറഞ്ഞാൽ മാത്രമേ, അത് പ്രശ്നമില്ലാത്ത രീതിയിൽ പറഞ്ഞാൽ മാത്രമാണ് ചെറിയ എന്തെങ്കിലും കാര്യത്തിൽ കോടതി ഇളവ് നൽകി അതിനെ മാപ്പുസാക്ഷി പോലെ വിട്ടയക്കുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. അബുദാബിയിൽ ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ തൂക്കി കൊന്നതിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശുകാരിയായ ഷഹസാദി ഖാൻ എന്ന ഒരു യുവതിയെയാണ് അബുദാബി ഭരണകൂടം കഴിഞ്ഞ ഫെബ്രുവരി 15 തൂക്കിലേറ്റിയത്. തൂക്കിലേറ്റുന്നതിൻ്റെ തലേ ദിവസമായ ഫെബ്രുവരി 14 തൻ്റെ വീട്ടിലേക്ക് ഈ ഷഹസാദി ഖാൻ ഒരു ഫോൺ ചെയ്തിരുന്നു. പിതാവിനോട് വളരെ വേദനാജനകമായി കൊണ്ട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നെ ഇതുവരെ പാർപ്പിച്ചിരുന്ന ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്നെ എന്തായാലും തൂക്കിക്കൊല്ലും എന്ന് ഉറപ്പുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അവർ വീട്ടിലേക്ക് സ്വന്തം പിതാവിനോട് വിളിച്ചു പറഞ്ഞത്. ഇത് കേട്ട പിതാവ് സാബിർ ഖാൻ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുകയുണ്ടായി. ഇന്ത്യൻ എംബസി അബുദാബി ജയിൽ അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് കിട്ടിയ റിപ്ലൈ അല്ലെങ്കിൽ കിട്ടിയ ന്യൂസ് എന്നുള്ളത് ഷഹസാദി ഖാൻ്റെ വധശിക്ഷയുമായിട്ടുള്ള യാതൊരുവിധ ഒരു ന്യൂസും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ള വിവരമാണ് ഇവർക്ക് അറിയാൻ സാധിച്ചത്. ഇതിനകം തന്നെ ഇദ്ദേഹം ഡൽഹി ഹൈക്കോടതിയെയും സമീപിക്കുകയുണ്ടായി. ഷഹസാദി ഖാൻ്റെ ദയാഹർജിയുമായി ബന്ധപ്പെട്ട് അബുദാബി എംബസി അവിടെ ഇത് പരിശ്രമിക്കുന്നുണ്ടെന്ന് എന്നുള്ള വിവരമാണ് അവിടെ നിന്നും ഈ പിതാവിന് കിട്ടിയ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിനിടെ അപ്രതീക്ഷിതമായി അബുദാബിയിലുള്ള ജയിലധികൃതർ ഷഹസാദി ഖാൻ്റെ വധശിക്ഷ നടപ്പിലാക്കുകയാണ് ചെയ്തത്. ഫെബ്രുവരി 15 തൂക്കിലേറ്റിയതിനു ശേഷം ഫെബ്രുവരി 28 അബുദാബി ഭരണകൂടം അല്ലെങ്കിൽ അബുദാബി ജയിലധികൃതർ ഇന്ത്യൻ എംബസിയെ ഈ വിവരം അറിയിക്കുന്നത്. തികച്ചും 12 ദിവസത്തിന് ശേഷമാണ് ഇന്ത്യൻ എംബസി ഈ വിവരം തന്നെ അറിയുന്നത്. ഇതിനെതിരായിക്കൊണ്ട് കടുത്ത പ്രതികരണമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം UAE വിദേശകാര്യ മന്ത്രാലയത്തിനെ അറിയിച്ചിട്ടുള്ളത്. ഷഹസാദി ഖാൻ എങ്ങനെ ഇത്തരം ഒരു ദാരുണമായ സംഭവത്തിൽ അകപ്പെട്ടു പോയി എന്നതിനെക്കുറിച്ചുള്ള വിവരണമാണ് പറയാൻ പോകുന്നത്. ഉത്തർപ്രദേശിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചതാണ് ഈ പറയുന്ന ഷഹസാദി ഖാൻ. ഈ ഷഹസാദിൻ്റെ പിതാവായ സാബിർ ഖാൻ പറയുന്നത് തൻ്റെ മകൾക്ക് 8ാമത്തെ വയസ്സിൽ ഒരു അബദ്ധത്തിൽ ഒരു തീപ്പൊള്ളലേറ്റു, ശരീരമാസകം തീപ്പൊള്ളലേറ്റു. ഈ തീപ്പൊള്ളലേറ്റതിന് ശേഷം ഒരു സമാധാനവും ഒരു സന്തോഷവും എൻ്റെ മകൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ള വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഷഹസാദിൻ്റെ ഈ സാബിർ ഖാൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായത്. കോവിഡ് കാലഘട്ടങ്ങളിൽ സാംസ്കാരികമായും സാമൂഹികമായും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഈ ഷഹസാദി ഖാൻ ഒരു സാമൂഹിക വ്യക്തിയെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുകയും അവരുടെ നിർബന്ധപ്രകാരമാണ് ഇങ്ങനെ അബുദാബിയിൽ ജോലിക്ക് എത്തിയത്. താൽക്കാലികമായി ഒരു ജോലിയും അതുപോലെ മുഖത്ത് പൊള്ളലേറ്റതിൻ്റെ പാട് മാറ്റാനുള്ള ഒരു ലേസർ ചികിത്സയും നൽകാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഏജൻറ്റ്
ഇവരെ അബുദാബിയിലേക്ക് കൊണ്ടുപോയി. ഈ ഹുസൈർ എന്ന് പറയുന്ന ഏജൻറ്റ് അവരുടെ സ്വന്തക്കാരായിട്ടുള്ള ആഗ്ര സ്വദേശികളായിട്ടുള്ള ഒരു വീട്ടിലേക്ക് വീട്ടു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവരെ അങ്ങോട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്. അവിടെ വീട്ടു ജോലി ചെയ്തിരുന്നെങ്കിലും അവർക്ക് തക്കതായ പ്രതിഫലമോ അല്ലെങ്കിൽ ശമ്പളമോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പിതാവിൽ നിന്നും നമുക്ക് കിട്ടുന്ന അറിവ്. എന്നാൽ ഈ വീട്ടു ജോലിക്കിടയെ കുട്ടിയെ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞിനെ പ്രസവിച്ച കുഞ്ഞിനെ നോക്കുന്ന ഒരു ജോലിയാണ് ഇവരവിടെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നാദിയ എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ ഒരു സ്ത്രീയുടെ ഒരു കുഞ്ഞിനെയാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത്. ഈ വീട്ടു ജോലികളിൽ ചെറിയ കുഞ്ഞിനെ നോക്കുന്ന ജോലി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർക്ക് ഇവിടെ ഒരു ജോലി നൽകിയിരുന്നത്. 2022 ഡിസംബർ 7 അപ്രതീക്ഷിതമായിട്ട് ഈ ചെറിയ കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. കോവിഡ് വാക്സിൻ കൊടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിക്ക് വാഹനത്തിൽ വെച്ച് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് അന്ന് വന്നിരുന്നത്. മറിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് എന്നുള്ള വാർത്തയും പ്രചരിച്ചു വന്നിരുന്നു. എന്നാൽ ഈ കുട്ടി മരണപ്പെട്ടതിനെക്കുറിച്ച് ഹോസ്പിറ്റൽ അധികൃതർ അതിനൊരു പോസ്റ്റ്മോർട്ടം എടുക്കണമെന്നുള്ള അഭ്യർത്ഥന രക്ഷിതാക്കളോട് പറയുകയും അതിനെ നിഷേധിച്ചുകൊണ്ട് അവർ കുട്ടിയുടെ ഖബറടക്കം നടത്തുകയുമാണ് അന്നത്തെ കാലത്ത് അവർ ചെയ്തത്. എന്നാൽ പെട്ടെന്ന് സംഭവങ്ങളെല്ലാം തകിടം മറിയാണ് ഉണ്ടായത്. 2022 ഫെബ്രുവരി 10 അബുദാബി പോലീസ് സ്റ്റേഷനിലായിക്കൊണ്ട് ഇവർ ഒരു വീഡിയോ സഹിതം ഇവർക്കെതിരെ ഷഹസാദിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് ഉണ്ടായത്. ഇവർ ഹാജരാക്കിയ ഈ വീഡിയോയിൽ ഷഹസാദി ഖാൻ എന്ന ഇവർ തന്നെ ഈ കുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്ന് പറയപ്പെടുകയുണ്ടായി. പക്ഷേ പിന്നീട് ഈ അബുദാബി പോലീസിനോടും അതുപോലെ തന്നെ ഈ ഷഹസാദിൻ്റെ മാതാപിതാക്കളോടും എല്ലാം അവർ വിളിച്ച് പറയുന്നതും ഇവർ ദയാഹർജിയിൽ പറയുന്നതുമെല്ലാം ഈ വീട്ടുകാർ തന്നെ കൊണ്ട് പീഡിപ്പിച്ച് നിർബന്ധപൂർവം പറയിപ്പിച്ച് ഒരു വീഡിയോ എടുത്തിട്ടുള്ളതാണ് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. എന്ത് വാദങ്ങൾ പറഞ്ഞിട്ടും 2022 ജൂലൈ 31 ഷഹസാദി ഖാനെ അബുദാബി ജയിലധികൃതർ അല്ലെങ്കിൽ അബുദാബി കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായത്. ഒരുപാട് ദയാഹർജികൾ അബുദാബി ഭരണകൂടത്തിന് ഈ ഷഹസാദി ഖാൻ സമർപ്പിച്ചുവെങ്കിലും അതെല്ലാം തള്ളിക്കൊണ്ട് ഈ വാദം നടത്തുക തന്നെയാണ് അബുദാബി കോടതി ചെയ്തത്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 15 ഷഹസാദി ഖാൻ്റെ വധശിക്ഷ അബുദാബി ഭരണകൂടം നടത്തുകയുമാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഇന്ത്യൻ എംബസി പോലും അത് അറിയുകയുണ്ടായില്ല. 12 ദിവസത്തിന് ശേഷമാണ് അവർ ഈ വിവരം തന്നെ എംബസിയെ അറിയിക്കുകയുണ്ടായത്. ഇന്ത്യൻ എംബസി വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നും അബുദാബി ഭരണകൂടത്തിൽ നിന്നും തൻ്റെ മകൾക്ക് നീതി ലഭിച്ചില്ല എന്നും ഷഹസാദി ഖാൻ്റെ പിതാവ് വളരെ വേദനാജനകമായി പറയുകയുമുണ്ടായി. ഇന്ത്യൻ എംബസിയും അബുദാബി ഭരണകൂടവും തമ്മിലുള്ള ഈ വാക്ക് തർക്കമോ ഈ പ്രതിഷേധമോ ഒക്കെ നടക്കുന്നതിനിടയിൽ തന്നെ ഈ ഷഹസാദി ഖാൻ്റെ ഖബറടക്കം അബുദാബിയിൽ നടത്തപ്പെടും എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടും അതുപോലെ തന്നെ വിദേശ നാടുകളും തമ്മിലുള്ള വ്യത്യാസമാണ്. തെറ്റ് ഉണ്ടായി എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷയോ തക്കതായ ശിക്ഷയോ ലഭിക്കുന്നത് കൊണ്ട് ഈ ഗൾഫ് നാടുകളിൽ ഒരുവിധം പ്രശ്നങ്ങളും ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള ഭരണാധികാരികളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള നിയമ നടപടികളും ഉള്ളത് കൊണ്ട് തന്നെ ഈ UAE അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലുള്ളവർക്കെല്ലാം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നല്ല നിയമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ചില നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നാൽ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ശരിയാവും. ഇവിടെ തല്ലും കുത്തും കൊലയും എല്ലാം കഴിഞ്ഞാലും പുറത്തിറങ്ങി വളരെ സന്തോഷത്തോടു കൂടി നടക്കുന്ന കൊലയാളികളെയും അതുപോലെ തന്നെ ജയിലിൽ നിന്ന് വരുന്നവരുമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ നാടും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.